ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വാഞ്ചോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. മറ്റുള്ള പുഡിങ്ങിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തയ്യാറാക്കേണ്ടത് വൈറ്റ് ഗണാശയാണ്. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും എടുക്കാം കേട്ടോ. ഈ വിപ്പിംഗ് ക്രീം നന്നായി ചൂടാകുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മെൽട്ടാവുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി മെൽട്ടായി കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് ഗണാശ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാശ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ചോക്ലേറ്റ് ഗണാശ് കുറച്ചേ വേണ്ടൂ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണാശ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 5 മിനിറ്റ് കുതിർക്കാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇത് മെൽട്ടാവുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് കൂട്ടുമ്പോഴാണ് നമ്മളെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലെയിം ഓണാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ പാലൊന്ന് തിളക്കാനാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മെൽട്ടാക്കിയ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പിരിഞ്ഞ പോലെ ആവും. ഇനി ഞാൻ 2 ഒരുപോലത്തെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒന്നെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടീസ്പൂൺ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ ചോക്ലേറ്റിൻ്റെ പീസൊക്കെ ഉണ്ടാവും. മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് സെറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വൈറ്റ് ലെയർ ആക്കേണ്ട വൈറ്റ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒരു 15 മിനിറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ഗണാശ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം.
കണ്ടില്ലേ, ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് മുകളിലേക്കും താഴേക്കും വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ല ഡിസൈൻ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ വാഞ്ചോ പുഡിംഗ് ഇവിടെ റെഡിയായി. ഇത്രേ പണിയുള്ളൂ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.